സുരക്ഷിതമായ വെടിക്കെട്ട് യഥാർത്ഥത്തിൽ നമുക്ക് പറ്റുമോ? അവരുടെ ഇടയിൽ തന്നെ ഒരു ചെറിയ വാശിയാണത്. അത് അവരുടെ അഡിക്റ്റഡ് ആണ് അതിൽ. ഇപ്പോൾ പൊട്ടിക്കുന്നിടത്തല്ല പ്രശ്നം, ഉണ്ടാക്കുന്നിടത്താണ് പ്രശ്നം. 40% കൂടുതൽ ബേൺ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ മരണമാണ്. ആചാരങ്ങളാവാം, പക്ഷെ ആചാരത്തിന് വേണ്ടി നമ്മൾ വേറെ ആരെയും ബലിയാടാക്കരുത്. നമ്മുടെ ഒരു സമീപനം മാറുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ടോ? ഈ വാർത്ത അപ് ടു ഈ വരുന്ന ഇലക്ഷൻ റിസൾട്ടിൻ്റെ അന്ന് വരെ ഉള്ളൂ. അവിടെ ഈ ചെരുപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു തരി അതിനകത്ത് കയറിയാൽ ആ തരി അവർ മിക്സ് ചെയ്ത ശേഷം റാം ചെയ്യുമ്പം അതൊരു സ്പാർക്ക്. ഒരു മീഡിയ റിപ്പോർട്ടർ അതെടുത്ത് കയ്യിൽ വെക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. വേണുഗോപാൽ സർ, സന്തോഷം കണ്ടേ. നമസ്കാരം. ഒരുപാട് വർഷങ്ങളായിട്ട് എക്സ്പ്ലോസീവിൻ്റെ മേഖലയിൽ അല്ലെങ്കിൽ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സെക്യൂരിറ്റി ഓർഗനൈസേഷൻ എന്നുള്ള സംഘടനയിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ കേരളത്തിലെ ഉത്സവമായാലും പെരുന്നാളായാലും വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അനുഭവമാണ്. അതില്ലെങ്കിൽ ഒരു പൂർണ്ണതയില്ല എന്നൊരു തോന്നൽ എങ്ങനെയാണ് മലയാളികൾ വന്നത്? നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒരു സംഭവമായത്. അതായത് ഒരു ഉത്സവം എന്ന് പറയുന്നത് ഒരു പതിറ്റാണ്ടുകളായിട്ട് പള്ളിയിലായാലും അമ്പലത്തിലായാലും എല്ലാം തന്നെ ഒരു അതിൻ്റെ ചടങ്ങ് അവസാനിക്കേണ്ടത് വെടിക്കെട്ടോടുകൂടിയായിരിക്കണം. അതായത് ഒരു ഫിലിം അതിൻ്റെ തുടക്കവും അവസാനവും എങ്ങനെയായിരിക്കണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ആ കഥ എഴുതുമ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ അതൊരു ക്ലൈമാക്സ് ആണ്. ആ ക്ലൈമാക്സ് എങ്ങനെയായിരുന്നു? ഇവിടെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി നമ്മൾ ചിന്തിച്ചു വച്ചിരിക്കുന്നതാണ് വെടിക്കെട്ട്. അതിലൂടെയാണ് ജനങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ ഒക്കൂ എന്നുള്ളതാണ്. ഒരു ഫിലിമിൻ്റെ അവസാനത്തെ ക്ലൈമാക്സ് എന്താണെന്ന് സംവിധായകൻ നേരത്തെ തീരുമാനിച്ചു വെക്കും. ദാറ്റ്സ് ദ ഫൈനൽ പോയിൻ്റ് വെയർ ഇൻ വി അട്രാക്ട് ടു ഇറ്റ്. ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ദിസ് ഇസ് ദ അട്രാക്ഷൻ പോയിൻ്റ്. ഈ വെടിക്കെട്ടായിരിക്കും. ശബ്ദവും വെളിച്ചവും അത് ഒരേ ദിശയിലേക്കുള്ള നോട്ടവും എല്ലാവരെയും ജനങ്ങളെ അതിലേക്കൊന്ന് ഭ്രമിപ്പിക്കുക. അതിൻ്റെ ഒരു മനഃശാസ്ത്രം എന്താണ്? ഈ ശബ്ദവും വെളിച്ചവും ഇത്ര ഫാസിനേറ്റഡ് ആവാനുള്ളൊരു മനഃശാസ്ത്രം എന്താണ്? ഇപ്പോൾ ചോദിക്കുമ്പോൾ നമ്മൾ വിഷുവിന് വീട്ടിൽ പൂത്തിരി എത്തിക്കും, ചെറിയ പടക്കം കത്തിക്കും. നമ്മളെല്ലാവരും ഫാസിനേഷൻ ഉണ്ട്. ശബ്ദവും വെളിച്ചവും അതും ഭീകരമായ ശബ്ദമാണ്. എന്നിട്ടും നമ്മൾ മനസ്സിൻ്റെ ഒരു കെമിക്കൽ കോംപ്ലക്സ് ആണത്, ഒരു കോമ്പോസിഷനാണ്. അതൊരു മനസ്സിനെ നമ്മളൊരു അഡിക്റ്റ് ആക്കുകയാണ്. അത് നമ്മൾ കൊച്ചിലെ മുതൽ പടക്കം പൊട്ടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമാണ്, അല്ലേ? അതെ. ഒരു നിങ്ങൾക്കറിയോ, എന്നെ സംബന്ധിച്ച് എനിക്ക് പടക്കം പേടിയായിരുന്നു. അത് ശരി. ആള് എക്സ്പ്ലോസീവ്സിൻ്റെ ലൈസൻസ് 16 വെടിക്കെട്ടുകളോളം ഇതിന് അനുമതി കൊടുക്കുകയോ അതല്ലെങ്കിൽ എൻ്റെ സുരക്ഷ നിരീക്ഷിക്കുകയോ ചെയ്ത ഒരു ആളാണ്. പിന്നെ ശബ്ദത്തിൻ്റെ ലോകത്തായിപ്പോയി. ശബ്ദത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും ലോകത്തായിപ്പോയി. ഫാൻസ് ഉണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ. അവരുടെ കമ്മിറ്റ്മെൻറ്റ്, അവരുടെ സിൻസിയറിറ്റി, അവരുടെ എങ്ങനെയാണ് ഒരു വെടിക്കെട്ടിനെ അവർ കാണുന്നത് നമ്മൾ നോക്കുന്ന രീതിയിലേ അല്ല. അതൊരു പ്രത്യേക അനുഭവമാണ് അവർക്ക്. ഇതിനു വേണ്ടി വർഷങ്ങളായി അവൻ ഒരുക്കം നടത്തും. ഇപ്പം അവർ ഗൾഫിലാണെങ്കിലും വേറെ ഏത് രാജ്യത്തായാലും ആ ഒരു മാസം അവരിവിടെ വരും. അതിനു വേണ്ടി അവരെ ഈ ഒരു വെടിക്കെട്ടിൽ ആ ഫൈനൽ പൊരിച്ചിൽ കഴിയുമ്പോൾ ഉണ്ടാകുന്ന 2 ലക്ഷം 3 ലക്ഷം പേരുടെ ആരവം അതൊരിക്കലും നമുക്ക് മറക്കാനൊക്കില്ല. ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ്. സോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ആവേശം നമുക്ക് അവരിൽ നിന്നും മാറ്റാനൊന്നും പാടാണ്. പക്ഷേ കാലാനുസൃതമായ ചേഞ്ചുകൾക്ക് നമ്മൾ വിധേയമായില്ലെങ്കിൽ ഇനിയും ആക്സിഡൻറ്റ്സ് വില്ലൊക്കെ. അപ്പോൾ ഈ വെടിക്കെട്ടിൻ്റെ ആവേശം പറയുമ്പോൾ തന്നെ ഇപ്പോൾ നടന്ന അപകടത്തിനെ കുറിച്ച് മുണ്ടത്തിക്കോട് കിടന്ന് 13 പേരോളം മരിച്ചു. എന്നിട്ടും നമ്മുടെ ഒരു സമീപനം മാറുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ സമീപനത്തിന് മാറ്റം വരേണ്ട കാലം കഴിഞ്ഞു. പുത്തുങ്കൽ ആക്സിഡൻറ്റിൽ 107 പേര് മരിച്ചു. 2 ആഴ്ച വരെ ഇതിൻ്റെയൊക്കെ വാർത്തകളെല്ലാം ന്യൂസ് ചാനലുകളും നിറഞ്ഞു നിൽക്കും. 2 ആഴ്ച കഴിയുമ്പോൾ പതുക്കെ മറന്നു തുടങ്ങും. അടുത്ത വാർത്തയിലോട്ട് പോകും. നോക്കിക്കോ, ഈ വാർത്ത അപ് ടു ഈ വരുന്ന ഇലക്ഷൻ റിസൾട്ടിൻ്റെ അന്ന് വരെ ഉള്ളൂ. അതിൻ്റെ തലേദിവസം കൊണ്ട് ഇത് തീർന്നു. പക്ഷേ ഈ അപകടത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിട്ട് അനുഭവിച്ചവർക്ക് അതൊരിക്കലും മറക്കൂല. സത്യം. അവർ ഈ ഉപജീവനത്തിന് വരുന്നതിൻ്റെ കാരണം അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള
പൈസ സ്വരൂപിക്കാനാണ്, അവരുടെ കുട്ടികളെ സ്കൂളിൽ വിടാനാണ്, അവരുടെ ഹോസ്പിറ്റൽ ചെലവുകൾക്കാണ്, അവരുടെ ജീവിതത്തിനാണ്. പക്ഷേ ഈ ഒരു മരണം കൊണ്ട് അവർക്ക് നഷ്ടപ്പെടുന്നത് വളരെ വലുതാണ്. അത് മനസ്സിലാക്കണം നമ്മൾ. വെടിക്കെട്ടെന്ന് പറയുന്നത് ഒരു കലയാണ്. പക്ഷേ ആ കലയെ പ്രൊഫഷണലായിട്ട് കാണാനും അതിനെ അപകടരഹിതമാക്കാനും ഇത്രയും കാലം കൊണ്ട് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി എപ്പോഴാണ് പഠിക്കുക? പക്ഷേ നമ്മളിത് ബോധപൂർവം മറക്കുകയാണോ, അല്ലെങ്കിൽ നമ്മളത് എന്തെങ്കിലും ആയിക്കോട്ടെ ഇനിയിപ്പം ഇത് നമ്മൾ വിൽ മൂവ് ഓൺ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണോ? അതാണ് മനുഷ്യൻ്റെ സൈക്കോളജിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവരെല്ലാം ചിന്തിക്കുന്ന എനിക്ക് പറ്റിയിട്ടില്ലല്ലോ എന്നൊരു തോന്നലാണ്. മറ്റുള്ളവർക്ക് എന്ത് പറ്റി എന്നുള്ളത് നമ്മളൊരു മാസ് മൂവ്മെൻ്റായിട്ട് ഇതിനെ കാണുന്നില്ല. ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ പല പ്രാവശ്യവും ഇതിനെ മാറ്റി ഈ ശിവകാശിയിലുള്ള ഫയർ വർക്സിനെ കൊണ്ടുവന്ന്, അത് വലിയ അപകടകരമല്ല. അത് മാനുഫാക്ചറിങ്ങിൽ ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും, പക്ഷേ നമ്മുടെ ഫീൽഡിൽ വന്ന് പൊട്ടിക്കുമ്പോൾ നമ്മളെല്ലാം വീട്ടിൽ പൊട്ടിക്കുന്ന സാധനമാണ്. അതൊരു അപകടകരമായിട്ടൊരു സാധനമായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ അപകടകരമായ രീതിയിൽ അത് പൊട്ടിച്ചാൽ ചിലപ്പോൾ അപകടകരമാണ്. കയ്യിൽ വെച്ച് പൊട്ടിച്ചാൽ, ഒരാൾ കയ്യിൽ വെച്ച് പൊട്ടിച്ചാൽ ചിലപ്പം കൈ പൊത്തിപ്പോയെന്നിരിക്കും. പിന്നെ ഫേസിന് നേരെ വെച്ച് റോക്കറ്റ്സ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഫേസിലേക്ക് വരും. അങ്ങനെയൊക്കെയുള്ളതല്ലാതെ പടക്കത്തിൽ എഴുതിയിരിക്കുന്ന ഡൂസ് ആൻഡ് ഡോൺസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കൽ പോലും ഒരു അപകടം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ പൊട്ടിക്കുന്നിടത്തല്ല പ്രശ്നം, ഉണ്ടാക്കുന്നിടത്താണ് പ്രശ്നം. തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തൊരു പ്രശ്നം ഉണ്ടായല്ലോ, ഇപ്പോൾ അതിൻ്റെ കോസ് ഇപ്പം സാർ നേരത്തെ പറഞ്ഞു ഇത് തനിയെ ആയിരിക്കില്ല, ചൂടായിരിക്കില്ല. അങ്ങനൊരു മാൻമെയ്ഡ് സാധനമാണെങ്കിൽ തന്നെ അതിന് അക്കൗണ്ടബിലിറ്റി വേണ്ടേ? തീർച്ചയായിട്ടും. ഇപ്പം തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂരിൽ പാറമേക്കാവ് ദേവസ്വത്തിനും തിരുവമ്പാടി ദേവസ്വത്തിനുമാണ് ലൈസൻസ് ഉള്ളത്. അവർക്ക് കണക്കുണ്ടോ? അതിന് കണക്ക് തീർച്ചയായിട്ടും. അവരുടെ ലൈസൻസ് കപ്പാസിറ്റി ഓഫ് ദി സ്റ്റോറേജ്, അതായത് മാഗസിൻ സ്റ്റോറേജ് എന്ന് പറയുന്നതാണ് മാഗസിൻ. ശരിയാ. നിങ്ങൾ തെക്കങ്കാട് മൈതാനത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, അവിടെ 2 സ്റ്റോർ ഹൗസ് ഉണ്ട് അവർക്ക്. ഒന്ന് പാറമേക്കാവിൻ്റെയാണ്, അത് രണ്ടും ഈ ശിവക്ഷേത്രത്തിൻ്റെ 2 സൈഡിലായിട്ടാണ് വലിയൊരു സ്പേസ്. അപ്പോൾ അവിടെയാണ് അത് രണ്ടും നിർമ്മിച്ചിരിക്കുന്നത്. അത് മോർ ദാൻ 100 years, ബിക്കോസ് സോ മച്ച് ഓൾഡ് ആണ് മാഗസിൻ. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ വളരെ സുരക്ഷിതമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കപ്പാസിറ്റി എത്ര എന്നുള്ളതനുസരിച്ചാണ് ജില്ലാ കളക്ടർ, ജില്ലാ മജിസ്ട്രേറ്റ് ആ ലൈസൻസ് കൊടുക്കുക. അപ്പോൾ ഇവരുടെ 2 പേരുടെയും കപ്പാസിറ്റി എന്ന് പറയുന്നത് 2000 കിലോയാണ്. 4000 കിലോ. അപ്പോൾ തിരുവമ്പാടി സാമ്പിളിന് 2000 പൊട്ടിച്ചാൽ അവരും 2000 പൊട്ടിക്കും. മെയിൻ വെടിക്കെട്ടിന് 2000 പൊട്ടിക്കും, മറ്റവരും. പിന്നെ രാവിലെ പൂരമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ എടുത്താണ് പിറ്റേ ദിവസം പൊട്ടിക്കുന്നത്. അത് ഇത്രയും കാണത്തില്ല, ഒരു 1000-1500 കിലോ കാണത്തുള്ളൂ. ബട്ട് സ്റ്റിൽ ഇവർക്കറിയാം, ഈ പൂരത്തിൻ്റെ ഫാൻസ് അവർക്കറിയാം ഇത് എത്ര ഉണ്ട്, എവിടെയാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ് പൊട്ടി വരിക, എവിടെ ചെന്ന് കഴിഞ്ഞത് എത്ര മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും, നമ്മൾ എവിടെ നിന്നാലാണ് ഭംഗിയായിട്ട് കാണാനൊക്കുക എന്നുള്ളത് പൂര ഫാൻസിനെ പോലെ വേറെ ആർക്കും അറിയില്ല. അവരുടെ ആവശ്യമൊന്നും വേറെ തന്നെ. പക്ഷെ ഒരു മരണം സംഭവിച്ചാൽ കഥകളെല്ലാം മാറുകയാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ അത് ദിസ് ഈസ് എവറി ടൈം എന്നുള്ള രീതിയിലാവും. ഈ നോർമലൈസ് ചെയ്യും ഈ പ്രശ്നത്തെ. ഇതിനെ ഒന്നും തന്നെ അതിൻ്റെ സീരിയസിലോട്ട് എടുക്കില്ല. പിന്നെ ഒരു എൻക്വയറി കമ്മീഷൻ വരുന്നു, അതിൻ്റെ പുറകെ കുറച്ച് ദിവസം പോവും, അത് കഴിഞ്ഞ് ഇതെല്ലാം വിസ്മൃതിയിലേക്ക് കാണും. അതാണ് നടക്കുന്നത്. അതിന് പകരം ഒരു ചേഞ്ച് ഓവർ ഉണ്ടായേ പറ്റൂ. ദ പീപ്പിൾ ഹാസ് ടു ചേഞ്ച്. കാലാനുസൃതമായിട്ട് നമ്മൾ മാറ്റം വന്നില്ലെങ്കിൽ നമുക്കിത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 40% കൂടുതൽ ബ്രെയിൻ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ മരണമാണ് സാധാരണ സംഭവിക്കാറുള്ളത്. നമ്മളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറേ തൊഴിലാളികൾ കഷ്ടപ്പെടുന്നു. അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അവരെ സുരക്ഷിതരാക്കാനുള്ള ചുമതല ഈ അമ്പലം കമ്മിറ്റിക്കാർക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചററുടെയും ചുമതലയാണ്. വി നീഡ് എ ചേഞ്ച് നൗ. ദിസ് ഈസ് ദ ടൈം ടു ചേഞ്ച്. ഇഫ് യു ഡോണ്ട് ചേഞ്ച്
ദിസ് വിൽ ഹാപ്പൻ അഗെയിൻ. പക്ഷെ വെടിക്കെട്ട് നിരോധിക്കുക എന്ന് പറഞ്ഞതൊരു പ്രായോഗികമായ കാര്യമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രായോഗിക വശമുണ്ടോ? അല്ലെങ്കിൽ ഇത് കൂടുതൽ സുരക്ഷിതമായ മാറ്റങ്ങളിലൂടെ ചെയ്യണമെന്നാണോ? പുത്തുങ്കൽ ആക്സിഡൻറ്റ് ശ്രമിച്ചതാ. അതിന് മുമ്പുള്ള 20 വർഷം മുമ്പ് പാറമേക്കാവ് നടന്ന ആക്സിഡൻറ്റിനും ശ്രമിച്ചു നോക്കി. ശിവകാശി എന്നുള്ള മാനുഫാക്ചേഴ്സിനെ ഇവിടെ കൊണ്ടുവന്ന് ഒരു ഡിസ്പ്ലേ ചെയ്തു തൃശ്ശൂർ. എന്നിട്ട് അവരോട് പറഞ്ഞു ഇങ്ങനെ പോരെ നമുക്ക്. അതിൽ ഏറ്റവും അവരത് റിജക്റ്റ് ചെയ്ത് കളഞ്ഞു അവർ. ശരി. കാരണം അവർ പറയുന്നത് അതല്ല ഞങ്ങളുടെ വെടിക്കെട്ട്. ഞങ്ങളുടെ വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ശബ്ദം. എന്നോട് ഒരു അമ്പല കമ്മിറ്റിക്കാരൻ പാലക്കാടുള്ള ഒരാൾ പറയുകയുണ്ടായി, അവർ ഇതിൻ്റെ പിരിവിനായിട്ട് പോകുമ്പോൾ കർഷകരും പാലക്കാടുള്ള പാടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളും ഒക്കെ ചോദിക്കും എത്ര കരിമരുന്നുണ്ട്, എത്ര സൗണ്ട് വരും, അതനുസരിച്ചിട്ടാണ് അവരുടെ ഷെയർ അവർ കൊടുക്കുക. വേറൊരു അമ്പലത്തിനെ ചൂണ്ടി അതിലും വലുതായിരിക്കണം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വെടിക്കെട്ട് അതിലും വലുതായിരിക്കണം, എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഓർക്കുള്ളൂ. കാരണം അവരുടെ ഇടയിൽ തന്നെ ഒരു ചെറിയ വാശിയാണത്. അത് അവരുടെ അഡിക്റ്റഡ് ആണതിൽ. അത് മാറ്റാൻ പാടില്ല. പാടുള്ളതാണ്, പക്ഷേ അത് അവർ മാറില്ല. അവരിൽ എംബഡഡ് ആയിട്ട് ഇതിരിക്കുകയാണ്. ആ എംബഡഡിനെ നമ്മൾ മാറ്റുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. ബട്ട് സ്റ്റിൽ ദ കമ്മിറ്റി ഹാസ് ടു കം. തൃശ്ശൂർ ജില്ലയിലെ പല പള്ളി കമ്മിറ്റികളും ഇപ്പോൾ വെടിക്കെട്ട് നടത്താറില്ല. അവർ ആ സമയം അത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിലേക്കൊക്കെ പോവുകയാണ്. അതിന് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ ചെറുകിട പടക്ക നിർമ്മാതാക്കൾ പാലക്കാട് തൃശ്ശൂരൊക്കെ വളരെ ഒരു കുന്നിൻ്റെ മലയിലോ മുകളിലോ അങ്ങനെയൊക്കെയുള്ള വളരെ ദൂര സ്ഥലത്താണ് അവർ ചെയ്യുന്നത്. അവിടെ അവർ മാനുഫാക്ചർ ചെയ്യുന്നത് ഇപ്പോൾ ജനസാന്ദ്രത കൂടിക്കൊണ്ടിരിക്കുക, ജനങ്ങളിങ്ങനെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് മാനുഫാക്ചർ ചെയ്യാൻ. പിന്നെ ഈ സ്ഥലത്തേക്ക് എത്തപ്പെടാൻ പോലീസിനോ ഫയർഫോഴ്സിനോ വളരെ ബുദ്ധിമുട്ടാണ്. വഴിയൊക്കെ 7.5 മീറ്റർ വഴി വേണം, അതൊന്നും കാണില്ല. അപ്പോൾ അത് അങ്ങോട്ട് ചെന്ന് ഒരു ഫയർ ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിശോധന നടത്താനോ പോലീസോ ആയാലും അഡ്മിനിസ്ട്രേറ്റർ ആയാലും അല്ലെങ്കിൽ ഏത് റെഗുലേറ്ററി ബോഡി ആണെങ്കിലും അവർ വിമുഖത കാണിക്കും. ദിസ് മച്ച് ഫാർ അവേ എന്നുള്ളൊരു കൺസെപ്റ്റിൽ. അപ്പോൾ ഞാൻ പറയുന്ന ഒരേ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ ഇവരെ എല്ലാം ഒരു ഫയർ വർക്ക്സ് പാർക്കിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഗവൺമെൻറ് തന്നെ മുന്നോട്ട് വരണം. ഒരു 60-70 ഏക്കർ ഭൂമി എവിടെയെങ്കിലും എടുത്തിട്ട് അതിന് ചുറ്റും മതിൽ കെട്ടി ഓരോ ഫാക്ടറിയും 45 മീറ്റർ സേഫ്റ്റി ഡിസ്റ്റൻസാണ് എക്സ്പ്ലോസീവ് റൂളിൽ പറയുന്നത്. അപ്പോൾ ഒരു എക്സ് ഫാക്ടറി ഉണ്ടെങ്കിൽ വൈ ഫാക്ടറി ഷുഡ് ബി 45 meters away. ഓക്കെ, ആൻഡ് ഇസഡ് ഫാക്ടറി വിൽ ബി അനദർ 45 meters away. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരിടത്തൊരു അപകടം ഉണ്ടായി മറ്റേതിലേക്ക് ബാധിക്കില്ല. അതിന് ഇവിടെ ക്വാളിറ്റി കൺട്രോളിലൂടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് കൊണ്ടുവരാൻ ഒക്കും. അതല്ലാത്തിടത്തോളം കാലം ഇത് ഒരു തുടർക്കഥയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പലപ്പോഴും നിയമങ്ങൾ നടപ്പിലാക്കാൻ പറ്റാതെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടായിരിക്കും? നിയമങ്ങൾ നടക്കാനൊക്കാത്തതിൻ്റെ പ്രധാന കാരണം രാഷ്ട്രീയ ഇച്ഛാശക്തി, രാഷ്ട്രീയ പ്രഷേഴ്സ്, പൊളിറ്റിക്കൽ പ്രഷേഴ്സ്. പിന്നെ വേറൊരു കാര്യം, സാർ ഈ പ്രാവശ്യം ഒന്ന് തരൂ, ഒറ്റ പ്രാവശ്യം, ഇതോടുകൂടി ഞങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളത് അവർ പറയുക. അങ്ങനെയുള്ള പ്രഷറുകളാണ് വരുന്നത്. ആ പ്രഷറുകളെ നമ്മൾ നേരിട്ട് ഒക്കില്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാവണം. യെസ്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ദിസ് ടൈം ഓർ എനി ടൈം. ഞങ്ങളോട് ഒക്കില്ല, ഇവിടെ സുരക്ഷിതത്വം ഇല്ല, അതിനാൽ തരില്ല എന്ന് പറയണം. പക്ഷേ നമ്മൾ ഉദ്യോഗസ്ഥരും അവിടുത്തെ ഒരു സാമൂഹിക ജീവിയാണ്. അതുകൊണ്ട് അയാളും കോഎക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ ആവശ്യമാണ്. പലപ്പോഴും എന്നാൽ പിന്നെ ഇനിയും മേലെ വരരുത്, ഇപ്രാവശ്യം കൂടെ തന്നേക്കാം എന്ന് പറഞ്ഞ് ഒപ്പിടുന്ന പലവിധ കേസുകളുമുണ്ട്. പക്ഷേ അതൊക്കെ ഒരു അപകടം വന്നു കഴിയുമ്പോൾ അത് തിരിഞ്ഞു പോവുകയാണ്. ആചാരങ്ങളാവാം, പക്ഷേ ആചാരത്തിന് വേണ്ടി നമ്മൾ വേറെ ആരെയും ബലിയാടാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സുരക്ഷിതമായ വെടിക്കെട്ട് യഥാർത്ഥത്തിൽ നമുക്ക് പറ്റുമോ? തീർച്ചയായിട്ടും നടക്കാം. യു ഹാവ് ടു ബി പ്രൊഫഷണൽ. യു ഹാവ് ടു ഡു ദ റിസ്ക് അസസ്മെൻറ്റ്. റിസ്ക് അസസ് ചെയ്യണം, വർക്കേഴ്സിനെ ട്രെയിൻ ചെയ്യണം, അവരെ പ്രൊഫഷണലാക്കണം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ 20 കൊല്ലത്തിനിടയിൽ തൃശ്ശൂർ ഫയർ വർക്ക്സ് ഡിസ്പ്ലേയിൽ, ഞാൻ മാനുഫാക്ചറിങ് അല്ല പറയുന്നത്, ഡിസ്പ്ലേയിൽ ഒരൊറ്റ ആക്സിഡൻ്റ് ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം
these temple festival committees are so passionate in that one. They are very professional in that work. ആ വർക്കിൽ അവർ പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യും. കാരണം അത് അവരെ കൂടെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അതെ 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 അതെ. അതുകൊണ്ട് അവരിൽ ഓരോ കമ്മിറ്റിക്കാർക്കും അറിയാം ഇത് നമ്മൾ സുരക്ഷിതമായിട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ളപ്പോൾ ഈ പാവം പിടിച്ച വെടിക്കെട്ടിനുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്ന ആളുടെ സുരക്ഷിതത്വം നമ്മൾ നോക്കണം. ആ മെമ്പർമാരുടെയും സുരക്ഷിതത്വം നമ്മൾ നോക്കാൻ തയ്യാറാവണം. സോ അവിടെ ഞാൻ പറഞ്ഞത് ഒരു പ്രൊഫഷണലിസം ഇല്ലാത്തിടത്തോളം കാലം ഇത് മുന്നോട്ട് കൊണ്ടുപോവുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ഈ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് ആണെന്ന് പറയുമ്പോൾ തന്നെ ഇത് ഡിപ്പെൻഡ് ചെയ്ത് തൊഴിലാളികളുണ്ട്, ചെറുകിട വ്യവസായികളുണ്ട്, റീറ്റെയിലേഴ്സ് ഉണ്ട്. എന്തിന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പടക്കം വിൽക്കുന്ന ചെറിയ കടക്കാർ വരെയുണ്ട്. ഇവരെയൊക്കെ ഇത് കാര്യമായി ബാധിക്കില്ലേ ഇതിന് ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന്? തീർച്ചയായിട്ടും ബാധിക്കും. ഒരിടത്ത് ഒരാൾക്ക് ജോലി നഷ്ടപ്പെടും നിയന്ത്രണം കൊണ്ടുവന്നാൽ. പക്ഷേ മറ്റൊരിടത്ത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയാണെന്ന് ഓർക്കണം. രണ്ട് മുഖങ്ങൾ, രണ്ട് കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ജോലി നഷ്ടപ്പെട്ടാലും ഒരാളുടെ ജീവനാണ് വലുത്. അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ചെയ്യുവാൻ. അതിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ടത് ഒരുപക്ഷെ മീഡിയ തന്നെയല്ലേ. ഇത്തരം ഒരു സ്ഥലത്തേക്ക് അവരിത് കവർ ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ അവരിത് എടുക്കാൻ പോവുകയാണ്. ന്യൂസ് ചിലപ്പോൾ വാർത്ത കൊടുക്കാനായിരിക്കാം, കണ്ടൻറ്റ് കൊടുക്കാനായിരിക്കാം, അതൊക്കെ അണ്ടർസ്റ്റുഡാണ്. പക്ഷേ ഇത്രയും സ്റ്റെറൈലായിട്ടുള്ളൊരു സ്ഥലത്ത്, ഇത്രയും പ്രിക്കോഷൻ എടുക്കേണ്ട സ്ഥലത്ത് ക്യാമറയുടെ ബാറ്ററിയുടെ സ്പാർക്ക് തന്നെ പോരെ, അല്ലെങ്കിൽ ഒരു മൊബൈലിൻ്റെ ബാറ്ററിയുടെ സ്പാർക്ക് തന്നെ പോരെ? എനിക്കറിയില്ല, ഞാൻ ചോദിക്കുകയാണ്. പോരെ ഇതൊരു തീപിടുത്തം ഉണ്ടാകും? നിങ്ങൾ ശിവകാശിയിലെ ഒരു പടക്ക ഫാക്ടറിയിലേക്ക് ചൊല്ലൂ. അവിടെ അവർ ക്യാമറ ഇട്ട് ചെരുപ്പ് വരെ അനുവദിക്കില്ല എൻട്രിയിൽ. അവർ പറയും മാറി നിൽക്കാൻ പറയും. അവിടുത്തെ സെക്യൂരിറ്റി ചെക്ക് 3 ലെയർ ചെക്കാണ്. അവിടെ ചെന്ന് നമ്മുടെ നമ്മളെ സെക്യൂരിറ്റി ബോഡി ചെക്ക് ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളും അവർ മാറ്റി വെക്കും. അപ്പോൾ ആ ഓരോ ഫേസിലുള്ള ചെക്ക് കഴിഞ്ഞിട്ടാണ് അവർ ഫാക്ടറിക്കുള്ളിൽ നിങ്ങളെ ഫാക്ടറി കാണാനായിട്ട് അനുവദിക്കുക. അവിടെ ഈ ചെരുപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിലെ മണ്ണിൻ്റെ അംശങ്ങൾ കീറുകയും അത് അവരുടെ മിക്സിങ് ഷെഡിലോ വല്ലോ ഒരു തരി അതിനകത്ത് കയറിയാൽ ആ തരി അവർ മിക്സ് ചെയ്ത ശേഷം റാം ചെയ്യുമ്പം അതൊരു സ്പാർക്ക് ഉണ്ടാകും. ഇവർ പോകരുത്. അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പോകരുത്. അവരെ ക്ഷണിച്ച അമ്പല കമ്മിറ്റിയും ക്വസ്റ്റ്യൻ മാർക്കിലാണ്. കാരണം എന്തിനവരെ ക്ഷണിക്കണം? അതൊരു ഓതറൈസ്ഡ് പ്രിമിസസും അല്ല, അത് ലൈസൻസ്ഡ് പ്രിമിസസ് അല്ല അത്. കാരണം അവിടെ ഷെഡില്ല, അവിടെ എല്ലാം ടെമ്പററി ആയിട്ടുള്ള ടാർപോളിയം വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് എന്തിനു പോകണം നമ്മൾ? നമ്മുടെ സുരക്ഷിതത്വവും. ഞാനൊരു ഒരു മീഡിയ റിപ്പോർട്ടർ അതെടുത്ത് കയ്യിൽ വെക്കുന്നത് കാണുന്നുണ്ടായിരുന്നു, ഒരു പടക്കം. അതൊക്കെ വളരെ അവരുടെ ജീവന് തന്നെ വെല്ലുവിളിയില്ലേ. അവരുടെ കയ്യിലിരുന്നപ്പോൾ ഈ ഒരു സ്പാർക്ക് അവിടെ അന്നേരം ഉണ്ടായിരുന്നു. ആ മിക്സ് ചെയ്യുന്ന സമയം അപ്പുറത്ത് അവർ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് വന്നിരുന്നത് അവരൊക്കെ എങ്ങനെ രക്ഷപ്പെടുമായിരുന്നു? എന്തുകൊണ്ടത് മനസ്സിലാക്കണില്ല? അതുകൊണ്ടാണ് വെടിക്കെട്ട് അപകടം ഉണ്ടായെന്ന് ഞാൻ പറയുന്നതല്ല. അവർ പൊയ്ക്കഴിഞ്ഞിട്ടായിരിക്കും ഇതിൽ ഏതെങ്കിലും മണൽത്തരികളോ വല്ലതും അതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്ത സമയത്തോ സ്റ്റെം ചെയ്ത സമയത്തോ ഉണ്ടാകാം. ദാറ്റ് ഈസ് വൈ വി ഹാവ് ടു ബി വെരി 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 കെയർഫുൾ ആണെന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള റൂൾസ് പറയുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവിടേക്ക് പോകരുത്. ഇപ്പോൾ എല്ലാം മാനുഫാക്ചർ ചെയ്ത ഒരു സൈഡിൽ വെച്ചിരിക്കുക, വേറെ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഒന്നുമില്ല. ദെൻ ഇറ്റ് ഈസ് ഈസി, ദെൻ യു ക്യാൻ വിസിറ്റ് ദാറ്റ് സൈറ്റ്. അതർവൈസ് ഡോണ്ട് വിസിറ്റ്. റൂൾസ് റെഗുലേഷൻസ് പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. സർ, അങ്ങനെ ചോദിക്കുമ്പോഴേ ഇപ്പോൾ വെടിമരുന്ന് ഇവരുടെ മാത്രമല്ല ക്വാറികളിലുണ്ട് വെടിമരുന്ന്. അതൊരു ഡേഞ്ചർ അല്ലേ? ക്വാറിയിലെ എക്സ്പ്ലോസീവ്സ് എന്ന് പറയുന്നത് ഗൺ പൗഡർ അല്ല, അത് അമോണിയം നൈട്രേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പ്ലോസീവ്സാണ്. നൈട്രേറ്റ് എക്സ്പ്ലോസീവ്സ് എന്ന് നമ്മൾ പറയും. അതും ഇതും തമ്മിൽ വളരെയധികം വ്യത്യാസമാണ്. ക്വാറിയുടെ ലൈസൻസും വ്യത്യാസമാണ്. ക്വാറി എക്സ്പ്ലോസീവ്സ്, കമേഴ്ഷ്യൽ എക്സ്പ്ലോസീവ്സിന് ഉപയോഗിക്കാനുള്ള അമോണിയം നൈട്രേറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്ലറി എക്സ്പ്ലോസീവ്സ് അല്ലെങ്കിൽ എമൾഷൻ എക്സ്പ്ലോസീവ്സ്, അതിനെ ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ഡിവൈസായ ഡെറ്റനേറ്റർ, അവ രണ്ടുമാണ് അവിടെ സൂക്ഷിക്കുക. ഈ വിഷയം എന്ന് പറഞ്ഞൊരു മതപരമായി രാഷ്ട്രീയപരമായി ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാടുമായി ഒരുപാട് ബന്ധമുള്ള വിഷയമാണ് ഈ വെടിക്കെട്ട് എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻ്റാണ് അവർക്കുള്ളത്. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ പ്രായോഗികമായി നടത്താൻ പറ്റുന്നതാണോ? പ്രായോഗികമായിട്ട് നടത്താൻ പറ്റുന്നത് തന്നെയാണ്. പക്ഷേ അതിനൊരു വിൽ പവർ ഉണ്ടാവണം.
അപ്പോൾ വിൽ പവർ ഇല്ലാതെ ഇത് അസാധ്യമാണ്. അതല്ല, പഴയ ഒരു ആചാരമാണ്, ഈ ആചാരത്തിൻ്റെ ഭാഗമായി ഇത് നടത്തിക്കൊണ്ട് പോകണമെന്നുള്ള ഒരു ചിന്താഗതിയിൽ വരുത്തരുത്. സുരക്ഷിതമായിട്ട് എങ്ങനെ നടത്തിക്കൊണ്ട് പോകാമെന്നായിരിക്കണം ഓരോ കമ്മിറ്റിക്കാരും തീരുമാനിക്കേണ്ടത്. അത് അവരുടെ സൈറ്റിൽ മാത്രമല്ല, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുടെ സൈറ്റിലും സുരക്ഷിതമായിരിക്കണം. അവിടെ സുരക്ഷിതമല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനം ഇവിടെയും വരും. കാരണം അയാൾ, ഈ മാനുഫാക്ചറർ, അത് ഒരു നിരോധിച്ച രാസപദാർത്ഥം അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എഫക്റ്റ് വരുന്നത് ഈ വെടിക്കെട്ട് നടത്തുന്ന സ്ഥലത്തായിരിക്കും. അപ്പം ഇത് രണ്ടും സംയോജിപ്പിച്ച് സുരക്ഷിതമായിട്ട് പ്രൊഫഷണലായിട്ട് റിസ്കിനെ അസസ് ചെയ്ത് എമർജൻസി പ്ലാനുകളെല്ലാം നടപ്പിലാക്കി ഈ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് വേണ്ടപ്പെട്ട എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ അപ്പോയിൻ്റ് ചെയ്ത് അതിന് ഏറ്റവും നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഈ ഉത്സവം നടന്ന കമ്മിറ്റിക്കാരും അല്ലെങ്കിൽ ഈ വെടിക്കെട്ട് നടന്ന കമ്മിറ്റിക്കാരും അധികാരികളും തമ്മിലൊരു ഡിസ്കണക്റ്റോ ഒരു ഫ്രിക്ഷനോ ഉണ്ടാവാറുണ്ടോ? ഈ ഡിസ്കണക്റ്റ് ആക്സിഡൻറ്റിന് ശേഷം ഇല്ലല്ലോ. അതെന്താ? അന്വേഷണത്തിനൊക്കെ തയ്യാറാണ് അല്ലേ? എല്ലാം സഹകരിക്കാൻ തയ്യാറാണ്. എല്ലാത്തിനും സഹകരിക്കാൻ അവർ തയ്യാറാണ്. ആ ഡിസ്കണക്റ്റ് ഇല്ല. ഈ ഡിസ്കണക്റ്റ് വരുന്നതിന് കാരണം അധികാരികൾ പറയും നിങ്ങൾ ഇത്രയേ പൊട്ടിക്കാവൂ, സുരക്ഷിതമായിട്ട് ചെയ്യൂ. ഈ അവർക്ക് എത്രയും നന്നായിട്ട് പെർഫോം ചെയ്യണം. പക്ഷേ സുരക്ഷയെക്കുറിച്ച് അവരാകുലതരാണ്. ബട്ട് ഫീൽഡിൽ വരുമ്പോൾ ഇതെല്ലാം അങ്ങ് മാറുകയാണ്. ശരിയോ? ഒരിക്കൽ 2016-17 വെടിക്കെട്ട് നടക്കാൻ പോവുകയാണ്. ഞങ്ങൾ അനുവദിച്ചിട്ടുള്ള ഒരു സൈസ് ഓഫ് എ ഫയർ വർക്സിന് 6 ഇഞ്ചാണ് ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നത്. അവിടെ വന്നപ്പോൾ 8 ഇഞ്ചാണ് ഇരിക്കുന്നത്. അപ്പം അവർ പ്രാവശ്യം ദി സെയിം വേർഡ് ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ ഉണ്ടാക്കി പോയല്ലോ, അതുകൊണ്ട് ദയവായിട്ട് ഈ പ്രാവശ്യം അനുവദിക്കണം. നമ്മൾ നോ എന്നുള്ള വേർഡിൽ സ്ട്രോങ് ആയിട്ട് നിന്നു. നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ, നിങ്ങൾക്ക് പെർമിഷൻ തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഡിലേ ആയി. അപ്പോഴത്തേക്ക് കൂവൽ വരും, അവിടുന്ന് ഹൗളിങ്ങും എല്ലാം വരും. കാരണം വൈ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡിലേഡ് എന്നുള്ളത്. അപ്പം നമ്മളും ഒരു പ്രഷറിലേക്ക് വരികയാണ്. ഞങ്ങൾ ഉദ്യോഗസ്ഥൻ, പോലീസും കളക്ടറും, ഞങ്ങൾ 3 പേരും ഒരേ സ്റ്റാൻഡിൽ നിൽക്കുന്നു. ബട്ട് ഇസ് വി വിൽ നോട്ട്, യു ഹാവ് ടു റിമൂവ് ഇറ്റ്. നിയമം കർശനമാക്കുന്ന കാര്യം പറഞ്ഞു. അതിൻ്റെ ഒപ്പം സംഭവിക്കാൻ പോകുന്നത്, നിയമം കർശനമാകുമ്പോൾ തൊഴിലാളികളുടെ ജോലിയാണ് പോകുന്നത്. അപ്പം അവരെ പുനരധിവസിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളും കൂടെ ചെയ്യേണ്ടി വരില്ലേ? കാരണം ഈ ട്രേഡിൽ ഇനി എത്ര പേര് ഇനി ഇതിനെ, കാരണം ഒരു തലമുറയാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി അടുത്തൊരു തലമുറ ഇതിലേക്ക് വരണമെന്നുമില്ല. അപ്പം അതിലൊരു വലിയൊരു സ്പേസും കൂടെ വരികയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും? ഒരു കാര്യം മനസ്സിലാക്കുക, ഈ തൊഴിലിലേക്ക് വരുന്നവരൊക്കെ തന്നെ വളരെ മിഡിൽ ക്ലാസ്സോ താഴ്ന്നുള്ളവർ, ലോവർ മിഡിൽ ക്ലാസ്, വളരെ ലെവലായിട്ടുണ്ട്. അവരുടെ ഒരു ജനറേഷൻ, ഇപ്പോഴത്തെ വരുന്ന ജനറേഷൻ ഈ ജോലിയിലേക്ക് വരുന്നില്ല. അവരെല്ലാം തന്നെ വിദ്യാഭ്യാസവും നേടി തിരിച്ചു പോകും. അവർ നല്ല ഉന്നത ജോലികളുമായിട്ട് മുന്നോട്ട് പോവുക. പക്ഷേ ഒരു കാര്യം എല്ലാവരും ഓർക്കുക, ഇതിലേക്ക് വന്ന് ഒരു അപകടമുണ്ടായി ഒരു ജീവന്, അവരുടെ കുടുംബം മുഴുവൻ നശിച്ചു പോവുകയാണ്. സ്ത്രീകൾ, എത്രയോ സ്ത്രീകൾ അതിൽ വർക്ക് ചെയ്യുന്നത്. അവരിപ്പോൾ അപകടപ്പെട്ട അവരുടെ പലരുടെയും, ചിലരൊക്കെ ഇൻജേർഡായി ജീവച്ഛവമായിട്ട് ഈ കൊല്ലത്ത് അവിടെ ഒരു ആ ഭാഗത്തൊക്കെ പലരുടെയും ഇപ്പോഴും അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള പല വീട്ടുകാരുമുണ്ട്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇതിലേക്ക് വരുന്നത് പ്രൊഫഷണലായിട്ട് വിദ്യാഭ്യാസവും പഠിച്ച് ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത്, ഇതെന്താ ചെയ്യണമെന്നുള്ള വിദഗ്ധമായ പരിശീലനം കൊടുത്ത ശേഷം മാത്രമേ ഇതിലേക്ക് വരാവൂ. അല്ലായിടത്തോളം കാലം ദിസ് വിൽ ബി ഡേഞ്ചറസ്. പിന്നെ ഇതിലേക്കുള്ള ഇതൊരു ലഹരി പോലെയാണിത്. ശരി. ദിസ് ജോബ് ഇസ് ദേ എൻജോയ് മേക്കിംഗ്. ക്രിയേറ്ററാണല്ലോ, അതൊരു ക്രിയേറ്ററാണ്. പല വിധത്തിലുള്ള വെടിക്കെട്ട് സാധനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ദേ ലവ് ഇറ്റ്, മേക്കിംഗ് ഇറ്റ്. അവരെ അതിൽ നിന്ന് മാറ്റുകയുണ്ടല്ലോ, വളരെ ബുദ്ധിമുട്ടാണ്. തൃശ്ശൂർക്കാരുടെ അല്ല, മലയാളികളുടെ ആവേശമാണ് തൃശ്ശൂർ പൂരം. വെടിക്കെട്ടില്ലാത്ത ഒരു തൃശ്ശൂർ പൂരം സങ്കല്പിക്കാനേ പറ്റില്ല. ഈ ക്രൈസിസിനെ എങ്ങനെ നമ്മൾ കവർ ചെയ്യും? വെടിക്കെട്ടില്ലാത്ത തൃശ്ശൂർ പൂരം ഈ വർഷം നടന്നില്ലേ? തൃശ്ശൂർ പൂരത്തിൻ്റെ പൊലിമയും ഒന്നും ആർക്കും അത് മാറ്റി നിർത്താൻ ഒക്കില്ല. അല്ല, അത് ആക്സിഡൻ്റ് ഉള്ളതുകൊണ്ടാണല്ലോ ഇത്തവണ നമ്മൾ കാര്യമായി ആഘോഷിക്കുന്നത്. അതെ, ഇതും വെടിക്കെട്ടുകൾ നടക്കണം. പക്ഷേ ആ റൂൾസ് ആൻഡ് റെഗുലേഷനിൽ പറയുന്ന രീതിയിലുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളോടും കൂടി
ഞാൻ ഒരു വേർഡ് പ്രത്യേകം പറയുകയാണ്, പ്രൊഫഷണലായി. ഒരു പ്രൊഫഷണൽ ആൾക്കാർ എങ്ങനെ ജോലി ചെയ്യുന്നു ആ പ്രൊഫഷണൽ എത്തിക്സോടുകൂടി സിൻസിയറായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിനെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, എല്ലാവിധ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനുകളും ചെയ്യുകയാണെങ്കിൽ, എല്ലാ റിസ്ക്കുകളും അസസ് ചെയ്യുകയും നല്ല പ്രഗത്ഭരായ ജോലിക്കാരെ വെച്ച് ഈ വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അത് സുരക്ഷിതമായിട്ട് നടത്താം. ഇതിലും സുരക്ഷാ വീഴ്ചകളുള്ള പല കാര്യങ്ങളും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ, പക്ഷേ അവയൊക്കെ അപകടമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതും തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ നല്ല, അതായത് പ്രശ്നങ്ങളില്ലാത്ത വെടിക്കെട്ടുകൾ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, ആശ്വസിക്കാം. തീർച്ചയായിട്ടും. താങ്ക് യു.